കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് രാവിലെ അല്പസമയം മുൻപ് 9:30-ഓടെയാണ് വന്ദേ ഭാരത് എക്സ്പ്രസിൽ തൃശൂരിലെത്തിയത്. അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് വലിയ സ്വീകരണത്തോടെ സഹപ്രവർത്തകർ സ്വീകരിച്ച് ഇപ്പോൾ അശ്വിനി ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം BJP പ്രവർത്തകർ പരിക്കേറ്റ് അവിടെ ചികിത്സയിലാണ്. അവരെ കാണാനാണ് എത്തിയിട്ടുള്ളത്. വിവരങ്ങൾ ചോദിച്ചറിയാനാണ് വന്നിട്ടുള്ളത്. BJPയുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഇന്ന് ജില്ലയിലുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം വലിയ സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ കലാശിച്ചിരുന്നു. അതേ തുടർന്നാണ് പരിക്കുപറ്റി ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അവരെ കാണാനായാണ് BJP പ്രവർത്തകരെ കാണാനായാണ് ഇന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തിയത്. തൃശൂർ അശ്വിനി ആശുപത്രിയിലെത്തി പരിക്കേറ്റ BJP പ്രവർത്തകരെ സന്ദർശിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അശ്വിനി ആശുപത്രിയിലാണ് ഉള്ളത്. ഗോകുൽ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഗോകുൽ, ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരെ സന്ദർശിക്കുകയാണല്ലോ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വിശദ വിവരങ്ങൾ എന്തൊക്കെ? പരിക്കേറ്റിട്ടുള്ള PK ബാബു, അദ്ദേഹത്തിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. ഉല്ലാസ് ബാബു, അജിത് മൂസേരി, ഇത്തരത്തിലുള്ള BJP നേതാക്കൾക്കാണ് ഇന്നലെ ഈ മാസത്തിനിടയിൽ സംഘർഷത്തിനിടയിൽ പരിക്ക് പറ്റിയത്. അവരെ ഓരോരുത്തരെയുമായി സന്ദർശിച്ചുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഓരോ വിവരങ്ങൾ ചോദിച്ചറിയുകയാണ്. ഓരോ കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഈ പരിക്കിന്റെ വിവരങ്ങളും അവരുടെ ആശുപത്രി വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കാണുകയാണ്. PK ബാബുവിനെയാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ തലയ്ക്കാണ് പരിക്കേറ്റുള്ളത്. ഏകദേശം 5 തുന്നലുകൾ ഉണ്ട്. അപ്പോൾ ഏകദേശം 5 തുന്നലുകൾ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ കണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങൾ തിരക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അടക്കം ഈ ഒരു സംഘർഷത്തിൽ പരിക്ക് പറ്റിയിരുന്നു. അദ്ദേഹത്തെയും സന്ദർശിച്ചു. അതിനുശേഷം ഇപ്പോൾ അടുത്ത ഓരോരുത്തരെയായി തന്നെ അദ്ദേഹം കണ്ട് സുഖവിവരങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ പരിക്കിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. ഇപ്പോൾ പ്രധാനമായും ഇന്നത്തെ സുരേഷ് ഗോപിയുടെ കാര്യപരിപാടിയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്നലത്തെ അക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായ BJP പ്രവർത്തകരെ അശ്വിനി ആശുപത്രിയിൽ സന്ദർശിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. BJP പ്രവർത്തകരായ അജിത്തിനോടാണ് ഇപ്പോൾ സുരേഷ് ഗോപി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാളൊക്കെ ഏറ്റവും സുരേഷ് ഗോപിയുടെ ശേഷം അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഇന്നലെ അവിടെ അടക്കമുണ്ടായത്. അവിടെയും ഗൂഗിൾ തുടർന്നുണ്ട് വിവരങ്ങളുമായി. ഗൂഗിൾ സന്ദർശിച്ച ശേഷമെങ്കിലും മാധ്യമങ്ങളോട് സംസാരിക്കുമായിരിക്കുമെന്ന് കരുതുന്നുണ്ട്. പക്ഷേ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല. പക്ഷേ അല്പം മുൻപ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചിരുന്നു. ജനങ്ങളെ വിഡ്ഢിയാക്കുകയാണ് ചെയ്യുന്നത്, നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിൽ MP കൂടിയായ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നത് പൊതുസമൂഹവും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. പറയൂ ഏറ്റവും പുതിയ വിവരങ്ങൾ. വലിയ രീതിയിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വളരെ തലയ്ക്കടക്കം ഇപ്പോൾ നമ്മളോട് എത്രത്തോളം സഹായിച്ചതിന് നന്ദി എന്തായാലും അദ്ദേഹം നടത്തിയ പ്രതികരണം. ഇപ്പോൾ ഈ ആശുപത്രിക്ക് പുറത്തേക്ക് സുരേഷ് ഗോപി ഇറങ്ങുന്നതാണ് ദൃശ്യങ്ങൾ. എന്തായാലും പ്രവർത്തകരോടക്കം അദ്ദേഹം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അതിനുശേഷം നടത്തിയ ഒരേ ഒരു പ്രയോഗം, ഒരേ ഒരു ഇത്രയൊക്കെ സഹായിച്ചതിന് നന്ദി എന്നുള്ളതായിരുന്നു. എന്തായാലും കൈ
ആ ഓഫീസിലേക്ക് വീണ്ടും ആവർത്തിച്ച് ചോദ്യം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂർ അശ്വിനി ആശുപത്രിയിലെത്തി പരിക്കേറ്റ BJP പ്രവർത്തകരെ സന്ദർശിച്ച് മടങ്ങുകയാണ്. വിശദമായി അവരെയൊക്കെ സന്ദർശിച്ചു. രണ്ടുപേരാണ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത് അശ്വിനി ആശുപത്രിയിൽ. സംഘർഷത്തിൽ പരിക്കേറ്റതിനെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കി. തുടർന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല.